ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യുകെയിൽ എങ്ങനെ ഇലക്ട്രീഷ്യൻ ആയി ജോലി നോക്കാം എന്നുള്ള നമ്മുടെ സീരീസ് ഓഫ് വീഡിയോസിന്റെ ഒരു ബാക്കിയാണ്, ഒരു അപ്ഡേഷനാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ UK നമ്മളൊരു ഇലക്ട്രീഷ്യൻ ആവണമെങ്കിൽ എങ്ങനെ ആയി തീരണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറേ വീഡിയോസ്, അതിന് കുറേ കടമ്പകളുണ്ട്. ഇലക്ട്രീഷ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ജോബ് ആട്ടോ. ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ള എന്ത് ജോലികൾക്കാണെങ്കിലും നമ്മൾ ഈ ഒരു സ്റ്റെപ്പുകളാണ് നമ്മൾ കയറേണ്ടത്. ഈ പടികൾ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ കയറിയാൽ മാത്രമേ നമുക്കിവിടെ നമ്മൾ ഈ രാജ്യത്തു നിന്ന് വിദ്യാഭ്യാസം നേടിയവരല്ല, വേറൊരു രാജ്യത്തു നിന്ന് നേടിയവരാണ്. അപ്പോൾ വേറൊരു രാജ്യത്തു നിന്ന് ഈ രാജ്യത്ത് നമ്മൾ വിദ്യാഭ്യാസം നേടി നമ്മൾ ഓരോ സ്റ്റെപ്പും കഴിഞ്ഞ് നമുക്കൊരു ജോലി നേടണമെങ്കിൽ, ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഒരു ജോലി നേടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന് ഞാൻ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ ഒരു ഇലക്ട്രീഷ്യൻ UK ആവാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ നമ്മുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന് ആരൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഫീൽഡിൽ നമ്മൾ NVQ ലെവൽ 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മീൻസ് നമ്മൾ അതിൻ്റെ ഒരു ഫീൽഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ജോലി കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ നല്ല കുറച്ചുകൂടെ കൂടിയ ബേസിക് നോർമൽ വേജ്, ഇവിടുത്തെ മിനിമം വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറി പ്രൊഫഷണലി നമുക്ക് കുറച്ച് കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ പലരും ഈ മിനിമം വേജസിൽ സംതൃപ്തരായിട്ട് ഒതുങ്ങി കൂടുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഫീൽഡിൽ കൂടുതലായിട്ട് ജോലിക്കാരില്ലാത്തത്. നമ്മൾ മലയാളീസ് വളരെ കുറച്ച് പേരുള്ളൂ. ഇപ്പൊ നമ്മുടെ 130ഓളം പേരായി നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ട്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഒരു 5-6 പേര് മാത്രമേ ഇലക്ട്രിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും മറ്റുള്ള ഫീൽഡുകളിൽ മിനിമം വേജിന് പോലെയുള്ള കാര്യത്തിലാണ് ജോലി ചെയ്യുന്നത്. ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ നമുക്ക് ചാടി കയറി പിടിക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് അല്ല ഇവിടുത്തെ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നാളെ അങ്ങ് ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് ജോലിക്ക് കയറാൻ പറ്റുമോ, ഒന്ന് വേഗം പറഞ്ഞു തട്ടെ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ നമ്മുടെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ വാട്സപ്പിലും മെസ്സേജ് അയക്കാറുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വളരെ ക്ഷമയോടുകൂടി അച്ചടക്കത്തോടും എന്നാ പറയുക സിസ്റ്റമാറ്റിക്കുമായിട്ട് നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നമ്മുടെ പ്രൊഫഷണലി നമുക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. നാറിക്ക് ചെയ്യാന്ന് പറഞ്ഞു. നാറിക്ക് ചെയ്ത് കിട്ടിയവരാണെങ്കിൽ പിന്നെ 18th എഡീഷന്റെ എക്സാം എഴുതാനായിട്ട് നമ്മൾ 18th എഡീഷന്റെ എക്സാം പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 18th എഡീഷന്റെ എക്സാം പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി അത് ജയിക്കാത്ത ഒരാൾക്കും ഇവിടെ ഇലക്ട്രിക്കൽ ഫീൽഡിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ 18th എഡീഷൻ ഒരു കമ്പൽസറി സംഭവമാണ്. അത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് 18th എഡീഷന്റെ അമെൻമെന്റ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ അമെൻമെന്റ് 2 എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഉടനെ തന്നെ മാറാൻ ചാൻസ് ഉണ്ട്, അപ്ഡേഷൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അപ്ഡേഷൻസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അമെൻമെന്റ് 3 ഇറങ്ങിയിട്ടുണ്ട്. അമെൻമെന്റ് 3 വരുന്നത് 2025 മാർച്ച് മാസം മുതലാണ് ബുക്കിന്റെ രൂപത്തിൽ ഇറങ്ങുക. ഇപ്പോൾ അത് IIT-യുടെ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബുക്ക് കണ്ടിട്ടില്ലേ, ഈ ബ്രൗൺ ബുക്കിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ബ്രൗൺ ബുക്കിനോട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട്, മീൻസ് വൈറ്റ് പേപ്പറിൽ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ടുള്ള മന്തുകളിൽ, കാരണം ഇപ്പോൾ അപ്ഡേഷൻ വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ അപ്ഡേഷൻസ് വെച്ചിട്ട് നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും, നമുക്ക് പുതിയ ചേഞ്ചസ് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പോയിന്റുകളിൽ മാത്രമായിരിക്കും ചിലപ്പോൾ റിവിഷൻ വന്നിട്ടുണ്ടാവുക. ആ വന്നിരിക്കുന്ന റിവിഷനുകൾ എന്തൊക്കെയാണെന്നാണ് പുതിയ അമെൻമെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ അമെൻമെന്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഞാൻ അത് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രൗൺ ബുക്ക് മേടിച്ച് നമ്മൾ പരീക്ഷ മാർച്ചിന് മുമ്പ് എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു ബ്രൗൺ ബുക്ക് മേടിക്കുക. അതർവൈസ് മാർച്ചിന് ശേഷമാണ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ പുതിയൊരു ടൈപ്പ് ബുക്ക് ഇറങ്ങും എന്തായാലും, അന്നേരം അത് മേടിക്കുക. ഇനി ഈ ബ്രൗൺ ബുക്ക് ഉള്ളവർക്ക് അമെൻമെന്റ് 2 എന്ന് പറഞ്ഞ 7671
2018 ഇറങ്ങിയ ബുക്കാണിത്. അതിൻ്റെ അമെൻമെൻറ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള വോളിയം 2020 റിലീസായിട്ടുണ്ട്. ഇപ്പോൾ അമെൻമെൻറ്റ് 2 എന്ന് പറയുന്നത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം 2022 ഇറങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് അമെൻമെൻറ്റ് 3 ഇറങ്ങിക്കഴിഞ്ഞു. ഈ അമെൻമെൻറ്റ് 3 ഇറങ്ങിയിരിക്കുന്നത് 2024 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് വെച്ചിട്ട് വാലിഡായിട്ട് വരിക 2025 മാർച്ച് മുതലാണ് നമുക്ക് വാലിഡ് ആയിട്ട് വരുന്നത്. വാലിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കിട്ടുന്ന എക്സാം എഴുതി പാസ്സാകുന്നതിനൊക്കെ നമുക്ക് ഈ 2025 അമെൻമെന്റ് 3 പാസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തരിക. പക്ഷെ ഈ ബുക്ക് രൂപത്തിൽ വന്ന ഇപ്പൊ നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഇതിന്റെ കൂടെ വൈറ്റ് പേപ്പറിൽ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. സാധാരണ ഈ എക്സാമിന് സിറ്റി ആൻഡ് ഗിൽസിന്റെ 18th എഡിഷൻ എക്സാമിന് പോകുമ്പോൾ ഈ ഒരു ബ്രൗൺ ബുക്കും നമുക്ക് 1-2 വൈറ്റ് പേപ്പറും മാത്രമേ, ഒരു കാൽക്കുലേറ്റർ മാത്രമേ, സയന്റിഫിക് കാൽക്കുലേറ്ററോ റെക്കോർഡ് ചെയ്യാവുന്ന കാൽക്കുലേറ്ററുകളോ മൊബൈലുകളോ ഒന്നും നമുക്ക് എക്സാമിന് അലൗഡ് അല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെന്നും പെൻസിലും അതുപോലെ തന്നെ ഈ ഒരു ബുക്കുമാണ് അലൗഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള സമയത്ത് പരീക്ഷ നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്കൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമെൻമെൻറ്റ് 3 നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ പുതിയതായിട്ടുള്ളവർ ഈ അമെൻമെൻറ്റ് 3 ഒക്കെ പഠിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മാർക്ക് നമുക്ക് ലോസ് ആവും. അപ്പോൾ നമുക്ക് അറിയാം സിറ്റി ആൻഡ് ഗിൽസിൻ്റെ 18th എഡിഷൻ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക. നമുക്ക് ക്വസ്റ്റ്യനുകൾ വരുന്നതനുസരിച്ചിട്ട് ഈ ബുക്ക് നോക്കി ഇതിൻ്റെ അകത്തുള്ള ഈ ബുക്കിൻ്റെ അകത്തുള്ള ഏത് ഭാഗത്തു നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് നോക്കി നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. പുസ്തകം നോക്കി നമുക്ക് എക്സാം എഴുതാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അകത്ത് 1, 2, 3, 4, 5, 6, 7, 8 ചാപ്റ്ററുകളുണ്ട്. ഇതിനകത്ത് നോക്കിയറിയാം. ഇതിന്റെ കണ്ടന്റ് പേജ് 3ാമത്തെ പേജിലുണ്ട്. ഈ പറഞ്ഞ പോലെ 8 പാർട്ടുകളുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അപ്പൻഡിസസ് ഉണ്ട്, 17ഓളം അപ്പൻഡിസസ് ഉണ്ട്. പിന്നെ ടേബിൾ ഓഫ് ഫിഗേഴ്സ് ഉണ്ട്, ടേബിൾ ഓഫ് ടേബിൾസ് ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്. ഇത്രയും സാധനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ അമെൻമെന്റ് 3 വന്നിരിക്കുന്ന ചെറിയൊരു കറക്ഷനല്ല അപ്ഡേഷനും കൂടി ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ബുക്കിൽ നിന്നാണ് നമുക്ക് എക്സാം ആയിട്ട് വരിക. 8 പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പാർട്ടിൽ നിന്നൊക്കെ. അപ്പോൾ ഈ 8 പാർട്ടുകളിൽ നിന്ന് ഉൾപ്പെടുത്താൻ നമുക്ക് വരുന്നത് 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് 36 ശരി ഉത്തരം, എന്ന് വെച്ചാൽ 60% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവാൻ പറ്റും. എക്സാം കേൾക്കുമ്പോൾ സിമ്പിളാണ്. എക്സാം പാസ്സായവർ നമ്മുടെ ഗ്രൂപ്പിൽ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം അദ്ദേഹം ആ ഒരു മിനിമം വേജിൽ നിന്ന് മാറണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്ന എക്സാം പാസ്സായിട്ടുണ്ട്. പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, നമ്മൾക്ക് നമ്മുടെ പ്രൊഫഷണലി ജോലിയിലേക്ക് ഇറങ്ങണം എന്ന് അതിയായ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പുസ്തകം മേടിക്കേണ്ടത് അമെൻമെൻറ്റ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഇറങ്ങാൻ പോണത് അതിനെക്കുറിച്ചിട്ടാണ്. അതാണ്. അപ്പോൾ 18th എഡിഷൻ്റെ എക്സാമിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NVQ ലെവൽ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് നേടണം. ഈ NVQ ലെവൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചിരിക്കുന്നവർക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച് നേടേണ്ട ഒരു ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ അത് നമ്മൾ നാറിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ തിയറി സൈഡ് നമുക്ക് അവർ അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. NVQ ലെവൽ 3 കിട്ടുമോ നോക്കുക. 18th എഡിഷൻ പാസ്സാവുക. പിന്നെ ECSൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുക. ECSൻ്റെ എക്സാമിലും ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. കാരണം HSC എന്ന് പറഞ്ഞ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എൻവയോൺമെൻറ്റിൻ്റെ എക്സാം മാൻഡേറ്ററി ആയിരുന്നു ECSന്. പക്ഷേ ഇപ്പോൾ അത് അവർ വേവ് ചെയ്ത് കളയുവാന്ന് അങ്ങനെ ഒരു ഇത് കണ്ടു ഞാൻ. കാരണം ഞാൻ പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ എനിക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ECSൽ ഇങ്ങനെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. കാരണം അവരുടെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇത്തിരി ഒരു ടഫല്ല. പക്ഷേ നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ നമ്മൾ പഠിക്കണമെങ്കിൽ, നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് HSCയുടെ എക്സാം. HSCയുടെ എക്സാം ഉണ്ടെങ്കിൽ, ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ECSൻ്റെ എക്സാമിന് ബുക്കിംഗ് പോലും കിട്ടുള്ളായിരുന്നു. അപ്പോൾ 18th എഡിഷൻ നാറിക്ക് ചെയ്ത് നമ്മൾ സർട്ടിഫിക്കറ്റ് ആക്കുക, 18th എഡിഷൻ്റെ എക്സാം പാസ്സാകുക, ECSൻ്റെ ലേബർ കാർഡ്, ECSൽ തന്നെ ഗോൾഡൻ, അങ്ങനെ പറഞ്ഞ് പല കളറിലുള്ള കാർഡുകളുണ്ട്. അതിൽ നമുക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കാണെങ്കിൽ CSCSൻ്റെ ലേബർ കാർഡ് വെച്ചിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിൽ കയറാൻ പറ്റും. ECSും CSCSും മിക്സപ്പ് ആവരുത്. കാരണം ഇത് രണ്ടും 2 ടൈപ്പാണ്. നമ്മൾ ഇലക്ട്രീഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്രൊഫഷണൽ ഉള്ളവർക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിൽ കയറണമെങ്കിൽ നമുക്ക് വേണ്ടത് ECS കാർഡാണ്. അല്ലാത്ത റെഗുലർ ജോബുകൾ, നോർമൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉള്ള ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് CSCS കാർഡാണ് എല്ലാവരും
നേടേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് മിക്സ് ആവുന്നുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നാട്ടിൽ നിന്ന് ഓരോരുത്തർ നമുക്കുടെ വീഡിയോസിന്റെ താഴെ കമന്റ് എഴുതിയിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ ഇവിടെ ഇലക്ട്രിക്കലായിട്ട് ഇത്ര ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുക്കുവാണെങ്കിൽ ഇവിടേക്ക് കയറ്റി കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏജൻസികൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ ഇപ്പൊ തന്നെ നമുക്ക് ജോലിക്ക് നേരിട്ട് കയറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എത്രയോ മാസങ്ങളായി നമ്മൾ പഠിക്കുന്നു, അതിന്റെ പുറകിൽ നിൽക്കുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് അങ്ങനെ വേഗം ഒരു ദിവസം കയറി വന്നിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇതുവരെ ഒരു ആധികാരികമായിട്ട് പറയാനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടില്ല കേട്ടോ. കാരണം നാട്ടിൽ നമ്മൾ 4, 5, 10 ലക്ഷം ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ജോലിക്ക് കയറാൻ പറ്റില്ല, വേറെ വല്ല മിനിമം വേജസിന് പോകണം. അത് അങ്ങനെ പോകുമ്പോൾ നമ്മൾക്കിടെ വിസ അതിന് സമ്മതിക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പൂർണ്ണമായിട്ടുള്ള ബോധവാന്മാരാണെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുക, ഏജൻസികൾക്കൊക്കെ പൈസ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആയിട്ട് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ UK ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, UK യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഈ അധികം ഇലക്ട്രിക്കൽ ജോബുകളും ഫീൽഡ് വർക്കുകളായിരിക്കും. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഒരു ഇത് അയക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഒരു കുറേ ക്വസ്റ്റ്യൻ കാറ്റഗറികളുണ്ട്. അതിൽ അവർ ചോദിക്കും, നിങ്ങൾക്ക് NVQ ലെവൽ 3 ഉണ്ടോ, CFCS കാർഡ് ഉണ്ടോ, നിങ്ങൾക്ക് ECS കാർഡ് ഉണ്ടോ, നിങ്ങൾക്ക് 18th എഡിഷൻ സിറ്റി ആൻഡ് ഗിൽസിന്റെ 18th എഡിഷൻ നിങ്ങൾ പാസ്സായതാണോ, UK വാലിഡ് ആയിട്ടുള്ള ഒരു UK ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ, ഇങ്ങനെ ഇത്രയധികം കുറേ ക്വസ്റ്റ്യനുകൾ, പിന്നെ ടെസ്റ്റിംഗ് ഇൻസ്പെക്ഷൻ പാസ്സായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്വസ്റ്റ്യനുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ഓക്കെ SS കൊടുക്കുവാണെങ്കിൽ നമ്മൾ അവർ പിന്നീടാണ് നമുക്കുടെ CV ബയോഡാറ്റ അപ്ലോഡ് ചെയ്യാനായിട്ട് അവർ അനുവദിക്കുകയുള്ളൂ. ഇൻ കേസ് നമ്മൾ ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് SS നുണയൊക്കെ പറഞ്ഞ് നമ്മൾ അയച്ചു എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ നമ്മൾ കുറേ മാൽ പ്രാക്ടീസ് പോലെ എനിക്ക് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കമ്പനിക്ക് മെയിൽ അങ്ങ് അയച്ചു. അപ്പോൾ അവരുടെ സിസ്റ്റം അത് സോർട്ട് ചെയ്യുമ്പോൾ ഓക്കെ ഇതെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് ഫോണിൽ ഇന്റർവ്യൂ തരും. അങ്ങനെ ഫോണ് നമ്മൾ ഇന്റർവ്യൂ എടുത്തു കഴിയുമ്പോൾ തന്നെ അവർ നമ്മൾ വെൽക്കം ഒക്കെ പറഞ്ഞതിന് ശേഷം അവർ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ECS കാർഡിന്റെ നമ്പർ ചോദിക്കും. ECS കാർഡിന്റെ നമ്പർ നമുക്ക് അന്നേരം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മൊമെന്റിൽ തന്നെ അവർക്ക് ECSന്റെ വെബ്സൈറ്റിൽ നിന്ന് എംപ്ലോയർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് സകലതും അറിയാൻ പറ്റും. എന്താണ് നമ്മുടെ ECS കാർഡ് ഇഷ്യൂ ചെയ്തേക്കുന്നത്, എത്ര നാളതിന് വാലിഡിറ്റി ഉണ്ട് എന്നൊക്കെ. അപ്പൊ നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു നുണ നമ്മൾ പറഞ്ഞിട്ട് നമുക്കൊരു ഇന്റർവ്യൂ നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, അങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ ആ കോള് ഡ്രോപ്പ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ നോട്ട് ചെയ്യും ഈ വ്യക്തി ഒരു ജെനുവിൻ ആയിട്ടുള്ള പേഴ്സൺ അല്ല എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള പണ്ടതരങ്ങൾ ഞാൻ ഇത് പറയാൻ കാരണം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ചെയ്ത ഒരു ചേട്ടൻ ഞാൻ പറഞ്ഞു, എടാ ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കൊരു ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ ECS കാർഡിന്റെ നമ്പർ ചോദിച്ചു, ECS കാർഡിന്റെ നമ്പർ പറയാനില്ലാത്തതുകൊണ്ട് അപ്പം തന്നെ അവർ കോള് ഡ്രോപ്പ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പണ്ടതരങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. ശരിക്കും നമുക്ക് നമ്മുടെ കയ്യിലുള്ള നിങ്ങളുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് HSC ഉണ്ടെങ്കിൽ ആ HSC ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എൻവയോൺമെന്റിന്റെ ഒരു കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഇന്റർവ്യൂ ഒരുപക്ഷെ അവർ തരുവാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക. എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് അപ്ഡേഷൻസ് തരാമെന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്തത്. ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ എങ്ങനെ UK ഒരു ഇലക്ട്രീഷ്യൻ ആകാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഒരു എഞ്ചിനീയറോ സൂപ്പർവൈസറോ ഡിസൈനിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ജോലി കിട്ടാം എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇത് 3ാമോ 4ാമത്തെയോ വീഡിയോ എന്താണ്. ഇനിയും ഇതുപോലെയുള്ള അപ്ഡേഷൻസ് വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ 18th എഡിഷന്റെ സിറ്റി ആൻഡ് ഗിൽസിന്റെ 18th എഡിഷന്റെ അമെൻമെന്റ് 3 വരാൻ പോവുകയാണ് നെക്സ്റ്റ് മാർച്ച് മുതൽ. പക്ഷെ ഇപ്പോൾ ഓൾറെഡി നമുക്കത് IIT സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കത് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ എക്സാം ഒക്കെ ബുക്ക് ചെയ്ത് പലരും ഉണ്ടാവും നവംബർ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിലേക്കൊക്കെ. കാരണം ഇതിപ്പോ സെപ്റ്റംബർ മാസം, ഇന്നിപ്പോ 19ാം തീയതി ആണല്ലോ. ഇപ്പൊ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവര് എക്സാം ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് നവംബർ മാസത്തിലേക്കൊക്കെയാണ്, 18th എഡിഷന്റെ. അപ്പോൾ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ബുക്കിംഗ് പോകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈൻ വീട്ടിലിരുന്നിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം 18th എഡിഷന്റെ വേണമെങ്കിൽ. ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യണതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓൺലൈനിൽ നമുക്ക് നാട്ടിൽ നിന്ന് എക്സാം എഴുതാൻ സാധിക്കും, അതിലൊരു ടെൻഷനും വേണ്ട. നമുക്ക് 18th എഡിഷന്റെ സിറ്റി ആൻഡ് ഗിൽസിന്റെ ഇത് നമുക്ക് ഓൺലൈനിൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് നമുക്ക് പരീക്ഷ എഴുതി ഈ ബുക്ക് ആമസോണിൽ കിട്ടും, നാട്ടിലും കിട്ടും. ഇത് വാങ്ങുക, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അമെൻമെന്റ് 3 ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇതിന്റെ കൂടെ വെച്ച് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് 18th എഡിഷൻ പാസ്സാവാം. പിന്നീട് ഈ പറഞ്ഞ പോലെ HSCയുടെ എക്സാമും ഓൺലൈനിൽ എഴുതാൻ പറ്റും, ECSന്റെ എക്സാമും നിങ്ങൾക്ക് ഓൺലൈനിൽ എഴുതാൻ പറ്റും. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇന്റർവ്യൂ നാട്ടിൽ നിന്ന് തന്നെ
സൂം മീറ്റിങ്ങിലോ ഒക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു വിസ അവർ ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ നാട്ടിൽ നിന്ന് നേരിട്ട് ഇവിടേക്ക് കയറി വരാൻ സാധിക്കും. ഇപ്പോൾ ഒരു സ്ഥാപനം നമ്മളെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഹയർ ചെയ്യും. അപ്പോൾ ഇവിടേക്ക് വന്ന് നാട്ടിൽ നിന്ന് തന്നെ ഇന്റർവ്യൂ പാസ്സായി വരാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നേടണം. പിന്നീടുള്ള ആഗ്രഹമുള്ളവരും അതുപോലെ തന്നെ ഇവിടെ തന്നെ അപ്ഡേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നമ്മുടെ ചാനൽ കീപ് വാച്ചിങ്. ഇതുവരെ നിങ്ങൾ സഹായിച്ചതിനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഈ ഒരു 5 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ഫീൽഡിൽ കുറേ നമ്മുടേതായിട്ടുള്ള മുദ്ര പതിപ്പിക്കണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ആഗ്രഹം. ഇനി എല്ലാവർക്കും വിജയാശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ മറക്കണ്ട 18th എഡിഷന്റെ അമെൻമെന്റ് 3 വരാൻ പോവുകയാണ്. ബൈ.